പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാൾ. യോഹന്നാൻ 16:12-15 വരെയുള്ള വാക്യങ്ങൾ. ഇന്ന് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാളാണ്. ദൈവം ആരാണെന്ന് വെളിപ്പെടുത്തൽ പൂർണ്ണമാകുന്നത് ക്രിസ്തുനാഥൻ്റെ ദൈവാനുഭവത്തിലൂടെയാണ്. തന്നിൽ തന്നെ പിതാവിനെ അവിടുന്ന് അറിയുകയും അനുഭവിക്കുകയും ചെയ്യുന്നു. പിതാവിൻ്റെ ചൈതന്യം തന്നിലൂടെ വെളിവാകുന്നതും അവിടുന്ന് അനുഭവിക്കുന്നു. പിതാവിൻ്റെ ആത്മീയതയുടെ കവിഞ്ഞൊഴുകലാണ് പരിശുദ്ധാത്മാവ്. അത് പുത്രനിലൂടെയാണ് വെളിവാകുന്നത്. അതിനാൽ പരിശുദ്ധാത്മാവിനെ തൻ്റെ പകരക്കാരനായി അവിടുന്ന് ചിത്രീകരിക്കുന്നു. കർത്താവീശോയാണ് പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പരിചയപ്പെടുത്തുന്നതും അവരുമായി നമ്മെ ബന്ധപ്പെടുത്തുന്നതും. ദൈവം ജീവനും വചനവും സ്നേഹവുമാണെന്ന് നിരവധിയായ വാക്കുകളിലൂടെ അവിടുന്ന് വെളിപ്പെടുത്തുന്നുണ്ട്. അങ്ങനെയൊരു വെളിപ്പെടുത്തലാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത്. അവൻ എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് നിങ്ങളോട് പ്രഖ്യാപിക്കും. പിതാവിനുള്ളതെല്ലാം എനിക്കുള്ളതാണ്. പരസ്പരം ഉള്ളിലായിരിക്കുക, ഒപ്പം കവിഞ്ഞൊഴുകുക, പരസ്പരം ഉള്ളു പങ്കുവെച്ചുകൊണ്ട് കവിഞ്ഞൊഴുകുക, അതുവഴി ഒന്നായിരിക്കുക എന്ന ദൈവിക രഹസ്യമാണ് കർത്താവ് അരുളി ചെയ്ത വാക്കുകളിലൂടെ വെളിവാകുന്നത്. ജീവൻ്റെയും സ്നേഹത്തിൻ്റെയും അറിവിൻ്റെയും കവിഞ്ഞൊഴുകുന്ന ചലനാത്മകതയെയാണ് പരിശുദ്ധ ത്രിത്വം എന്ന പേര് പറയാതെ അവിടുന്ന് വെളിപ്പെടുത്തുന്നത്. ഈ മൂന്ന് ഭാവങ്ങളും ഒഴുകി ഇറങ്ങുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ അന്തസ്സത്തയ്ക്ക് ഒരു കുറവുണ്ടാകുന്നില്ല. അതുപോലെ വർധനയുമില്ല. കുറയുന്നതും കൂടുന്നതും ദൈവത്തിന് കുറവാണ്. അവിടുന്ന് പൂർണ്ണത തന്നെയാണ്. പൂർണ്ണമായതിന് ഏറ്റക്കുറച്ചിലുണ്ടാകുകയില്ല. ഈ രഹസ്യവും അതിൻ്റെ വെളിപ്പെടുത്തലുമാണ് ഈ തിരുനാളിലൂടെ നമ്മൾ ഏറ്റുപറയുന്നത്. ദൈവത്തിൻ്റെ ഈ വലിയ രഹസ്യത്തെക്കുറിച്ച് നമ്മൾ വാചാലർ ആകുന്നതോടൊപ്പം നിശബ്ദരുമാകണം. അറിവിനും അപ്പുറത്തുള്ള അനുഭവമാണ് ഈ വെളിപ്പെടുത്തലിന് പിന്നിലുള്ള രഹസ്യം. അത് വിശ്വാസ രഹസ്യമാകുന്നതുകൊണ്ട് അത് നമ്മൾ ഏറ്റുപറയുകയാണ് ചെയ്യുന്നത്, വിശദീകരണം നൽകാതെയും തേടാതെയും. നമ്മുടെ ദൈവം ഏകാന്തതയിലും അകലങ്ങളിലും വസിക്കുന്ന ഒരു ദൈവമല്ല എന്നതിൻ്റെ വെളിപ്പെടുത്തലാണ് ഈ വിശ്വാസ രഹസ്യം. ദൈവം തന്നിൽ തന്നെ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ ഒറ്റപ്പെട്ടു പോകും. അവിടുത്തേക്ക് തുല്യനായി മറ്റാരുമില്ലാത്തതിനാൽ അവിടുന്ന് ഒറ്റയ്ക്കാണ് എന്ന് മാനുഷികമായി നമ്മൾ കണക്കാക്കുന്നു. എന്നാൽ അങ്ങിലെ ത്രിമാനമായ ആഭിമുഖ്യങ്ങൾ വ്യക്തിത്വങ്ങളാണ്, പരസ്പരം പങ്കുവയ്ക്കുന്ന വ്യക്തിത്വങ്ങൾ. അതുവഴി ദൈവത്തിൽ കുറവും കൂടുതലും സംഭവിക്കുന്നില്ല. പരസ്പര പൂരകങ്ങളാകാത്ത എന്നാൽ പരസ്പരം ഐക്യപ്പെട്ടിരിക്കുന്ന മൂന്ന് വ്യക്തിത്വങ്ങൾ പരസ്പരം ഉള്ളിലായിരുന്നു കൊണ്ട് സംഭാഷണത്തിലും സ്നേഹത്തിൻ്റെ ഐക്യത്തിലുമാണ് കഴിയുന്നത്. അറിവും സ്നേഹവും അതിൻ്റെ പൂർണ്ണതയിൽ നിരന്തരം പങ്കുവയ്ക്കപ്പെടുന്നു. അതിനെ ഭാവനാപൂർവ്വം മനസ്സിലാക്കുമ്പോൾ അത് ജീവൻ്റെ ഒഴുക്കാണ്. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ രഹസ്യത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ഇவ்விധമുള്ള താത്വിക ഉൾക്കാഴ്ചകളാണ് എനിക്ക് ലഭിക്കുന്നത്. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ രഹസ്യത്തിൽ നിന്നാണ് ദൃശ്യവും അദൃശ്യവുമായ പ്രപഞ്ചം മുഴുവൻ ഉരുത്തിരിഞ്ഞിട്ടുള്ളത്. ദൈവത്തിന് വെളിയിലാണ് പ്രപഞ്ചമെന്ന കാഴ്ചപ്പാടോടുകൂടിയാണ് അതിനെ സൃഷ്ടി എന്ന് നമ്മൾ വിളിക്കുന്നത്. പിറവിയും വളർച്ചയും പൂർത്തീകരണവും പരിണാമവും ഒക്കെ അതിൻ്റെ ഭാഗമായതുകൊണ്ട് അതിനെ ഭൗതികമെന്നും പരിമിതപ്പെട്ടതെന്നും അനിത്യമെന്നും ഫൈനൈറ്റ് എന്നും നമ്മൾ വിളിക്കുന്നു. അങ്ങനെ സൃഷ്ടാവും സൃഷ്ടിയും തമ്മിലുള്ള അകലം നമ്മൾ സൃഷ്ടിച്ചെടുക്കുന്നു. അതും നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായി നമ്മൾ കണക്കാക്കുകയാണ്. എന്നാൽ അത്ര അകലമുണ്ടോ സൃഷ്ടാവും സൃഷ്ടിയും തമ്മിൽ? പല ദിശകളിലേക്കും വഴിതിരിക്കുന്ന ചോദ്യമാണിത്. എല്ലാം ദൈവത്തിലാണെന്നും എല്ലാറ്റിലും ദൈവമുണ്ട് എന്നുമുള്ള താത്വികമായ ഉൾക്കാഴ്ചയ്ക്കും അങ്ങനെ പ്രസക്തി ഉണ്ടാവുകയാണ്. വളരുകയും പിളരുകയും പലതാവുകയും കടന്നുപോവുകയും വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുകയും ചെയ്യുന്നതിനെ ദൈവമെന്ന് വിളിക്കുവാൻ പറ്റുകയില്ലല്ലോ. അതിനാൽ പ്രപഞ്ചത്തിൻ്റെ അസ്തിത്വത്തെ മായ എന്നും ഇല്യൂഷൻ എന്നും ഈ മായയ്ക്ക് പിന്നിലാണ് ദൈവമെന്നുമുള്ള നിഗമനം ഉത്തരം തേടാൻ ഒരു ദിശ കൂടി തുറക്കുകയാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ് ഈ വിചിന്തനം നടത്തുന്ന നമ്മൾ ഓരോരുത്തരും. അതിനാൽ നമുക്ക് അതിൻ്റെ അന്തസ്സത്തയിൽ പങ്കുചേർന്ന് അതിൻ്റെ ആന്തരിക ഭാവങ്ങളെ ആവിഷ്കരിക്കുവാൻ ഒരു ഉൾപ്രേരണയുണ്ട്. അത് ദൈവത്തെ അകലങ്ങളിൽ ദർശിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയായിത്തീരുന്നു. ഈ കാഴ്ചപ്പാടും നമ്മുടെ വിശ്വാസ രഹസ്യത്തിൻ്റെ ഭാഗമാണ്. കർത്താവിൻ്റെ മനുഷ്യാവതാരം വഴി സ്വർഗവും ഭൂമിയും പ്രപഞ്ചം മുഴുവനും തമ്മിലുള്ള അകലം അവിടുന്ന് വെട്ടിച്ചുരുക്കി.
നമ്മിലും ദൈവം വസിക്കുന്നു എന്ന വെളിപ്പെടുത്തലാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം പരസ്പരം ഉള്ളിൽ വസിക്കുന്നത് പോലെ അവിടുന്ന് നമ്മിലും വസിക്കുന്നുണ്ടെന്ന് അവിടുന്ന് നമ്മെ ബോധ്യപ്പെടുത്തി. അതുപോലെയാണ് നമുക്കും ദൈവിക ജീവനിൽ പങ്കുചേരുവാനും നിത്യതയിലേക്ക് കടക്കുവാനും സാധിക്കുന്നത് എന്നും കർത്താവ് ഈശോ പഠിപ്പിച്ചു. പരിശുദ്ധ ത്രിത്വവുമായി ദൈവത്തെ നമുക്ക് മനസ്സിലാക്കുവാനും അനുഭവിക്കുവാനും സാധിക്കുന്നത് നമ്മൾ ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് എന്നതുകൊണ്ടാണ്. അതും കർത്താവിൻ്റെ പഠനത്തിൻ്റെ ഭാഗമാണ്. പരിശുദ്ധ ത്രിത്വത്തെ നമ്മൾ മനസ്സിലാക്കുന്നതും അനുഭവിക്കുന്നതും നമ്മുടെ ആന്തരികതയിലൂടെയാണ്. ദൈവത്തിൻ്റെ ഛായയിൽ രൂപീകരിക്കപ്പെട്ടിട്ടുള്ള അസ്തിത്വാത്മകമായ ആഭിമുഖ്യങ്ങൾ ത്രിത്വൈകമാണ്, ട്രിനിറ്റേറിയൻ. ജീവൻ്റെയും അറിവിൻ്റെയും സ്നേഹത്തിൻ്റെയും സ്രോതസ് നമ്മൾ കണ്ടെത്തുമ്പോൾ നമ്മിൽ ദൈവത്തിൻ്റെ പ്രതിച്ഛായ തിരിച്ചറിയുകയാണ് ചെയ്യുന്നത്. സ്നേഹിക്കുവാനും അറിയുവാനും ഐക്യപ്പെടുവാനുമുള്ള അഭിവാഞ്ച തന്നെയാണ് നമ്മുടെ അസ്തിത്വം. അതാണ് നമ്മെ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ പ്രതിച്ഛായയാക്കുന്നത്. അങ്ങനെ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ രഹസ്യം നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾ അനുഭവിക്കുകയാണ്. നമ്മുടെ ആന്തരികതയിലാണ് നമ്മൾ പരിശുദ്ധ ത്രിത്വത്തെ അറിയുകയും അനുഭവിക്കുകയും ചെയ്യുന്നത്. ദൈവം എന്നിൽ നിന്നും ഒട്ടും അകലെയല്ല. അവിടുത്തെ അറിയുവാനും സ്നേഹിക്കുവാനും എനിക്ക് സാധിക്കും എന്ന ബോധത്തിലേക്കാണ് നമ്മൾ കടന്നു വരുന്നത്. ആ ദൈവത്തെ നമ്മൾ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും ആന്തരികതയുടെ എല്ലാ ശക്തികളോടും കൂടെ സ്നേഹിക്കണമെന്ന കൽപ്പന അങ്ങനെ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാകുന്നു. നമ്മൾ ആന്തരികതയുടെ ഈ വഴിയെ സഞ്ചരിക്കുമ്പോൾ ദൈവത്തെ കണ്ടെത്തും. ത്രിത്വത്തിൻ്റെ രഹസ്യം ദൈവിക കൂട്ടായ്മയുടെ വെളിപ്പെടുത്തലാണ്. ആ കൂട്ടായ്മയിലാണ് സഭ ഉരുത്തിരിഞ്ഞിട്ടുള്ളത്. അതിലാണ് ഓരോ കുടുംബവും നിലനിൽക്കുന്നത്. അതുതന്നെയാണ് നമ്മുടെ പരസ്പര ബന്ധങ്ങളുടെ അടിസ്ഥാനമാകുന്നതും. ഈ വലിയ ദൈവിക രഹസ്യത്തിൽ നമ്മൾ ഭാഗവാക്കുകളാകുന്നതിനെ ഓർത്ത് നമുക്ക് സന്തോഷിക്കാം. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ രഹസ്യം നമ്മുടെ ആന്തരികതയുടെ രഹസ്യം തന്നെയാണ് എന്ന ബോധ്യത്തിൽ ഈ തിരുനാൾ നമുക്ക് ആഘോഷിക്കാം. അത് നമ്മുടെയും തിരുനാളാണ്. അകലങ്ങളിൽ വസിക്കുന്ന ദൈവത്തെ അല്ല, അറിയപ്പെടാത്ത ദൈവത്തെ അല്ല നമ്മൾ പരിശുദ്ധ ത്രിത്വമായി ആഘോഷിക്കുന്നത്. നമ്മിൽ വസിക്കുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തെ ഏകത്വത്തിലും തനിമയിലും ഏറ്റുപറയുകയും ആഘോഷിക്കുകയും ചെയ്യാം. ഏവർക്കും ഈ തിരുനാളിൻ്റെ മംഗളങ്ങൾ ആശംസിക്കുന്നു.